ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മുരിങ്ങയ്ക്ക വിഭവമാണ്. മുരിങ്ങയ്ക്ക അച്ചാർ. അതിന് വേണ്ട ചേരുവകൾ: കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയ്ക്ക, പുളിനീര്, നല്ലെണ്ണ, വിനാഗിരി, ഉലുവ, ജീരകം, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുവറക്കാൻ വേണ്ട ചില്ലി, പിന്നെ കരിവേപ്പില. ഇത്രയും സാധനം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കടായി അടുപ്പിൽ വെച്ച് കത്തിക്കാം. കത്തിച്ചതിന് ശേഷം കടായി ചൂടായതിനു ശേഷം 1.5 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. കടുക്, കടുകിട്ട ശേഷം അതിലേക്ക് ഉലുവ ഇടുക. ഉലുവ മൂത്ത മണം വരുമ്പോൾ ജീരകം ഇടുക. ജീരകം ഇട്ട ശേഷം വറ്റൽമുളക് ഇടുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു കറിവേപ്പില പൊട്ടിച്ചിടുക. ഫ്ലെയിം താഴ്ത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ട് വരട്ടുക. വരട്ടിയതിന് ശേഷം നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക അത് നന്നായിട്ട് വരട്ടുക. നന്നായി വരട്ടിയതിന് ശേഷം മുളക് പൊടി ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തേണ്ട തരത്തിൽ ഇളക്കി. ഇതിലേക്ക് ലേശം ചൂടുവെള്ളം ഒഴിക്കും. വേഗം പാകത്തിന് മതി ചൂടുവെള്ളം. മുരിങ്ങയ്ക്കായതുകൊണ്ട് ശർക്കരെല്ലാം വേവ് ഉണ്ട്. അപ്പം അത് കണക്കാക്കി നിങ്ങൾ വെള്ളം ഒഴിക്കുക. ഇത് ഞാൻ ഒരു 1.5 മുരിങ്ങയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനുള്ള ചേരുവയാണ് ഈ പറയുന്നത്. അത് നന്നായിട്ട് തിളപ്പിക്കുക. ഫ്ലെയിമിൽ വെച്ച് അത് കുറച്ച് സമയം വേവിക്കുക. വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് പുളിനീര് ഒഴിക്കുക. പുളിനീര് അവരുടെ ഇഷ്ടത്തിന് ഒഴിക്കുക. എന്ന് വെച്ചാൽ പലർക്കും പല അളവിലായിരിക്കും പുളി. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് ആ അളവിൽ പുളിനീര് ഒഴിക്കുക. പുളിനീര് ഒഴിച്ചതിന് ശേഷം വീട് അടച്ച് വെച്ച് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തായിട്ട് ടേസ്റ്റ്, അതായത് പുളി, ഉപ്പ്, മധുരം, ഇത് മൂന്നും നല്ല ഒരു ചേരുവയായാലേ ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ശർക്കര, ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതിൽ ചേർക്കാം. ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചിയുടെ ഒന്നും ആവശ്യമില്ല. ഉലുവ മണത്തിലിരിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഒരു നാടൻ അച്ചാറാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് വെച്ചാൽ കഷ്ണങ്ങൾ മുകളിൽ വരുന്നത് താഴേക്കായിട്ട് വെച്ചാൽ ഇത് വേവ് എല്ലായിടത്തും എത്തത്തുള്ളൂ.
മണം വരുന്നുണ്ട്, നല്ല ഒരു മണമാണ്. ഇപ്പോഴത്തെ നമുക്ക് ഇതിനെപ്പിടി ചോറ് കഴിക്കാനൊക്കെ തോന്നും. വീണ്ടും നമ്മൾ ഒന്നുകൂടി തുറന്ന് ഇതിൻ്റെ പൊടി ഇളക്കി വെക്കുക. ഇളക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ അരപ്പ് അതിൻ്റെ കഷ്ണങ്ങളെല്ലാം എത്തണം. ഒന്ന് തിരിച്ച് മറിച്ചിട്ട് മുരിങ്ങയ്ക്കയുടെ ആ പച്ച കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഏകദേശം വേവ് എത്താറായിട്ടുണ്ട്. ഒന്ന് വെന്ത് പാകമാകുമ്പോഴത്തേക്ക് എണ്ണയെല്ലാം തെളിഞ്ഞ് വരും. ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യണം, എന്നാലേ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരത്തുള്ളൂ. അച്ചാർ തെളിഞ്ഞ എണ്ണ വന്നാലേ എണ്ണ ടേസ്റ്റ് വരും. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. ഇനി വെടി ഇതിലെ ലാസ്റ്റിൽ ഇറക്കാൻ സമയത്ത് ഒരു നുള്ള് കായപ്പൊടി ഇതിങ്ങനെ ചേർത്ത്, കായപ്പൊടിയാണ് അപ്പം അതിങ്ങനെ ചേർത്ത് ആദ്യം ഇടണ്ട, ലാസ്റ്റിലിട്ടാൽ ഇപ്പം ആ മണം ഇങ്ങനെ കായപ്പൊടിയുടെ മണവും ഉലുവയുടെ മണവും എല്ലാം ഒരു അച്ചാർ വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോഴും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ സമയമായി. സ്റ്റൗ ഓഫ് ചെയ്യാൻ സമയമാകുമ്പോൾ ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ച് ഒന്നുകൂടി ഇളക്കി മുട്ടയെല്ലാം മുരിങ്ങയ്ക്കയിൽ പിടിക്കുന്ന രീതിയിൽ ഇളക്കണം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത് കേടാകാതെ 4-5 ദിവസം ഇരിക്കും. കുറച്ച് ദിവസം കൂടുതൽ ഇരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം വളരെ ടേസ്റ്റിയായ ഒരു മുരിങ്ങയ്ക്ക അച്ചാറാണ്. എല്ലാവരും ഇഷ്ടപ്പെടും. നിങ്ങളും ട്രൈ ചെയ്യുക. പിന്നെ അറിയിക്കുമല്ലോ. വെച്ചിട്ട്